എപ്പോഴും ദിവാസ്വപ്നം കണ്ടിരിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരിങ്ങനെ ആകാശക്കോട്ടയിലായിരിക്കും. അതങ്ങനെ ചെയ്യും. ചില കള്ളുകൂടിയന്മാർ പറയണ മാതിരി പിന്നെ ഞാൻ കള്ളുകൂടിയൊക്കെ നിർത്തും, അത് കഴിഞ്ഞിട്ട് ജോലി ചെയ്യും, കാശുണ്ടാക്കും, അത് കഴിഞ്ഞ് കാറ് മേടിക്കും, ലോറി മേടിക്കും, അവസാനം എയറോപ്ലെയിൻ മേടിക്കും. ഈ സ്വപ്നം ഇങ്ങനെ കാണുന്നത് മാത്രമേ ഉള്ളൂ. പ്രായോഗിക തലത്തിലേക്ക് ഉണ്ടാവില്ല. ഇവരുടെ ജീവിതത്തിൽ കൃത്യനിഷ്ഠ ഉണ്ടാവില്ല. കൃത്യസമയത്ത് എഴുന്നേൽക്കില്ല, കൃത്യസമയത്ത് ജോലി ചെയ്യത്തില്ല, പിന്നെ വരവ് ചെലവ് കണക്കെഴുതില്ല. ഇങ്ങനെയുള്ള പിന്നെ നല്ല ശീലങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ സ്വപ്നം മാത്രമായിരിക്കും. അപ്പോൾ ഇപ്പം പകലും മുഴുവനിരുന്ന് ഇങ്ങനെ സ്വപ്നം കാണുന്നതിനേക്കാൾ നല്ലത് ചെയ്യാവുന്ന അങ്ങോട്ട് ചെയ്യുക. 1 2 3 4 5. പ്രായോഗിക തലത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ചുമ്മാ സ്വപ്നം കണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പം പഠിക്കാവുന്ന അല്പം അങ്ങ് പഠിക്കുക, എഴുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ പിന്നെ ചുമ്മാ ഇരിക്കുന്ന ആളുകളും ചുമ്മാ കിടക്കാതെ കൊണ്ട് രാവിലെ തന്നെ ചാടി എഴുന്നേറ്റ് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ സ്വപ്നത്തിന് അധികം സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ സ്വഭാവമുള്ള വ്യക്തികളെ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇവരെ ഇതിൽ നിന്ന് മോചിപ്പിക്കണമേ, സുഖപ്പെടുത്തണമേ. കഠിനാധ്വാനം ചെയ്ത് കൃത്യനിഷ്ഠ പാലിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇതിൻ്റെ എല്ലാ പൈശാചിക ബന്ധനത്തിൽ കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ, സുഖപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.